എക്സാം വ്ളോഗ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എക്സാമിൻ്റെ തലേന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെയാകുമ്പം ആ ഒരു സ്റ്റഡി വ്ളോഗ് അതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുമല്ലോ. അപ്പോൾ ഞാൻ കോളേജ് വിട്ട് വരുമ്പോൾ സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പം സാൻഡ്വിച്ചും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നേരെ പഠിക്കാനാണ് ഇരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റഡി വ്ളോഗ് ഇൻറ്റേർണൽ എക്സാമിൻ്റെ ആണ്. അപ്പോൾ ഫസ്റ്റത്തെ എക്സാം തന്നെ ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ അതാണ് ഞാൻ തലേന്നിരുന്ന് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടൊക്കെ ഞാൻ മുന്നേ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് പഠിക്കാനാണ് ഉള്ളത്. അപ്പോൾ ഇത് എക്സാം ഉള്ള ദിവസത്തെയാണ്. തലേന്ന് ഞാൻ എല്ലാ ചാപ്റ്റർ വീതം കവർ ചെയ്തിട്ട് കിടന്നാണ് ചെയ്തത്. അപ്പോൾ ഇനി ഇന്ന് നീച്ചിട്ട് ബാക്കിയും കൂടെ ഒന്ന് വായിച്ച് നോക്കണം. എനിക്ക് കാണാപ്പാഠം ഒരു വട്ടം പഠിക്കുന്നതിനേക്കാളും കൂടുതൽ തലയിൽ കയറുക ഒരു 3-4 വട്ടം വായിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ കുറേ ക്ലൂ ഒക്കെ വെച്ചിട്ടാണ് പഠിക്കുക. അങ്ങനെയാണ് ഓരോ സെൻറ്റൻസ് എഴുതുക. പിന്നെ എസ്സേക്ക് ആണെങ്കിലും പോയിൻറ്റ്സ് വെച്ചിട്ടാണ് പഠിക്കാറ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് ഒന്നും കൂടെ നോക്കണം. കാരണം ഇതാണ് കുറച്ച് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് തന്നെ പഠിച്ചു. പിന്നെ എനിക്ക് ബോറടിച്ചപ്പം ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷമാണ് പഠിക്കാതിരുന്നത്. പിന്നെ ഞാൻ രണ്ടാമത്തെ വട്ടം വായിക്കുമ്പം ഇതുപോലത്തുള്ള ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് മാർക്കും കൂടെ ചെയ്ത് കൊടുക്കും. അപ്പം നല്ല പോയിൻറ്റ്സ് ഒക്കെയാണ് ഞാൻ അതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഹൈലൈറ്റൊക്കെ ചെയ്യുമ്പം കുറച്ചും കൂടെ നമ്മൾ മൈൻഡിൽ നിൽക്കുകയും ചെയ്യും. പിന്നെ ഇംഗ്ലീഷൊക്കെ ആകുമ്പം അറിയാത്ത എന്തെങ്കിലും മീനിങ് ഒക്കെ ഉണ്ടെങ്കിൽ പെൻസിൽ കൊണ്ട് മേലെ ഇതുപോലെ എഴുതിയും കൊടുക്കാറുണ്ട്. അങ്ങനെയാകുമ്പോൾ കുറച്ച് കഴിഞ്ഞാലും വായിക്കുമ്പം വേഗം മനസ്സിലാവും. പിന്നെ പഠിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 7 മണി ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് മാറ്റാൻ പോയാലാണ് 8 മണിൻ്റെ ബസ് എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് വേഗം മാറ്റാൻ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ കോളേജിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് മേടിച്ചതായിരുന്നു. അത്യാവശ്യം വേണ്ട ബുക്കും അതുപോലെ തന്നെ ടിഫിൻ ബോക്സൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാഗ് പാക്ക് ചെയ്യൽ ഞാൻ മാറ്റി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചെയ്യൽ. അല്ലെങ്കിൽ മാറ്റുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ബാഗ് പാക്ക് ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാഗ് ചേഞ്ച് ചെയ്യലുണ്ട്. അപ്പം പാസും അതുപോലെ തന്നെ കോയിൻസൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ എടുത്ത് വെക്കണം. അപ്പോൾ ഇതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ എൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു ബൊക്കറ്റും കൂടി എനിക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു.